ഹായ് ഹലോ, പൂമുറ്റം ചാനലിൻ്റെ പുതിയ വീഡിയോ ആയിട്ട് ഞാൻ എത്തിയിട്ടുണ്ട്. നമ്മുടെ വീട്ടിലൊരു ചെടി വളർത്തുന്നത് വെറും ഒരു അലങ്കാരത്തിനല്ലല്ലോ അല്ലേ? പ്രകൃതിയെ സ്നേഹിക്കുന്ന ഒരു മനസ്സിൻ്റെ അടയാളമാണ് നമ്മുടെ ചെടികൾ അല്ലേ? സ്നേഹിക്കുന്ന ഓരോരുത്തർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാഗതം നമ്മുടെ പൂമുറ്റം ചാനലിലേക്ക്. ഇവിടെ ഓരോ വീഡിയോയും നമ്മൾ കൂടുതൽ ആരോഗ്യമുള്ളതും ഭംഗിയോടെയും വളരാൻ സഹായിക്കുന്ന അറിവുകളും ടിപ്സും ഒക്കെ പങ്കുവയ്ക്കുന്ന ഒരു ചാനലാണ്. നമ്മുടെ കുടുംബത്തിൽ ഇതുവരെ ചേർന്നിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ വീഡിയോ എപ്പോഴും ചെറുതായിരിക്കും. ഞാൻ പല വീഡിയോയും ഞാൻ കാണുമ്പോൾ എനിക്ക് തോന്നാറുണ്ട് അവസാനം എന്തെങ്കിലും കുഞ്ഞു കാര്യം പറഞ്ഞ വീഡിയോ നിർത്തും, പക്ഷെ വലിച്ചു നീട്ടി ഒരുപാട് പറയും. പക്ഷെ എനിക്കത് ഒട്ടും ഇഷ്ടമില്ലാത്തതുകൊണ്ട് കുഞ്ഞു വീഡിയോ കുറേ അറിവുകൾ, ഇതാണ് നമ്മൾ ചാനലിലെ വീഡിയോകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പൂമുറ്റം ചാനലിലെ ഏതെങ്കിലും വീഡിയോ നിങ്ങൾ കണ്ടിട്ട് വീണ്ടും കാണാൻ തോന്നുകയാണെങ്കിൽ ഒന്ന് പൂമുറ്റം സെർച്ച് ചെയ്താൽ മതി. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണോട് ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോയും നിങ്ങളിലേക്ക് പെട്ടെന്ന് തന്നെ എത്തും. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ മെയിൻ കാര്യം അഗ്ലോനിമ തന്നെയാണ്. അഗ്ലോനിമ പെട്ടെന്ന് വളരണം, കൂടുതൽ വളരണം, വേഗത്തിൽ വളരുകയും നിറയെ ഷൂട്ട്സ് വരികയും ചെയ്യാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നുള്ള ഒരു 10 ടിപ്സാണ് വീഡിയോകളിൽ പറയുന്നത്. എന്ത് ഭംഗിയാലേ അഗ്ലോനിമ ചെടി, നല്ല ഭംഗിയുള്ള നിറങ്ങളിലുള്ള ഈ ഇലകൾ തന്നെയാണല്ലേ ഇതിൻ്റെ ഒരു ഭംഗി. ഇത് ശരിക്കും പറഞ്ഞൊരു ഇൻഡോർ പ്ലാന്റ് എന്ന നിലയിലാണ് നല്ല രീതിയിൽ പോപ്പുലറായിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു പ്ലാന്റ്. അപ്പോൾ ശരിയായ പരിചരണം നൽകിയാലാണ് വേഗത്തിൽ വളരുകയും പുതിയ ഇലകൾ ധാരാളമായിട്ട് ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ അതിനുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞുതരാം. വീഡിയോയുടെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട, ചെടികൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ആദ്യമായിട്ട് പറയാനുള്ള, ചെടികൾ നന്നായിട്ട് വേഗത്തിൽ വളരുകയും നിറയെ ഷൂട്ട്സ് വരികയും ചെയ്യണമെങ്കിൽ നിങ്ങൾ വെള്ളം പാകത്തിന് മാത്രമേ കൊടുക്കാവുള്ളൂ. എന്ന് വെച്ചാൽ എല്ലാ ദിവസവും വെള്ളം കൊടുക്കരുത്. ഒരു ചട്ടിയിൽ നനവ് ഉണ്ടെങ്കിൽ വെള്ളം കൊടുക്കരുത്. വെള്ളം കൂടിക്കഴിഞ്ഞാൽ ചെടികൾ നന്നായിട്ട് വരത്തില്ല. അപ്പോൾ നന്നായിട്ട് വളരണമെങ്കിൽ വെള്ളം കുറച്ചേ കൊടുക്കാവൂ എന്നുള്ളതാണ് പറയാനുള്ളത്. മണ്ണിൻ്റെ മുകൾ ഭാഗം ശരിക്കും പറഞ്ഞാൽ 1-2 ഇഞ്ച് ഭാഗം ഒന്ന് ഉണങ്ങിയതിന് ശേഷം മാത്രം വെള്ളം കൊടുത്താൽ നല്ല ചെടിയായിട്ട് കിട്ടും. വേരുകളൊന്നും ചീഞ്ഞു പോകത്തില്ല കേട്ടോ. പിന്നെ രണ്ടാമതായിട്ട് പറയാനുള്ള കാര്യം നല്ല വെളിച്ചം നൽകുക എന്നുള്ളതാണ്. നിങ്ങൾ ഒരു ഡയറക്റ്റ് സൺലൈറ്റ് ആയിട്ടുള്ള സ്ഥലത്താണ് ചെടി വെക്കുന്നതെങ്കിൽ ചെടിയുടെ സൈഡ് ഭാഗം മൊത്തം കരിഞ്ഞു പോകുകയും ഇലകളുടെ കളറ് മങ്ങിപ്പോവുകയും ചെയ്യും. അപ്പോൾ അഗ്ലോനിമ ചെടിക്ക് വേണ്ടത് ഒരു ഇൻഡയറക്റ്റ് ലൈറ്റാണ്, ഡയറക്റ്റ് ലൈറ്റ് അല്ല. അപ്പോൾ ഒരു ഷെയ്ഡിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മാവിൻ്റെ ഏതെങ്കിലും മരത്തിൻ്റെ ഉള്ളിലൂടെയുള്ള വെളിച്ചം, ഡയറക്റ്റ് അല്ല ഇൻഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന പോലെയാണ് ചെടി വെക്കേണ്ടത്. അതാണ് രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത്. നിങ്ങളുടെ ചെടി വേഗം വളരുകയും നല്ല ഷൈനിങ് ലീവ്സും നല്ല ഭംഗിയും വേണമെങ്കിൽ അതിൻ്റെ വെളിച്ചം അഡ്ജസ്റ്റ്മെൻറ്റ് ഇതിൻ്റെ അത്യാവശ്യമുണ്ട് കേട്ടോ. അത് കൃത്യമായിട്ട് ചെയ്യാം. അടുത്തത് നല്ല ഡ്രൈനേജ് ഹോളുള്ള ഒരു പോട്ട് മിക്സാണ് എപ്പോഴും വേണ്ടത്. അപ്പോൾ അതിന് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നത് നല്ല മണ്ണിൻ്റെ കൂടെ മണലൊക്കെ കിട്ടുന്നവരാണെങ്കിൽ നല്ലൊരു ചോയ്സാണ് കേട്ടോ മണൽ. പക്ഷെ നമുക്ക് മണലൊന്നും കിട്ടാത്ത അങ്ങനെ ഒരു അവസ്ഥ ആയതുകൊണ്ട് ഞങ്ങൾ എപ്പോഴും ചരൽ കൂടിയ മണ്ണാണ് എടുക്കുന്നത്. അതിൻ്റെ കൂടെ ഞാൻ നമ്പർ 1 ചോയ്സായിട്ട് ഉപയോഗിക്കുന്ന കാര്യങ്ങൾ അഗ്ലോനിമക്ക് വേപ്പിൻ പിണ്ണാക്ക്, ചാണകപ്പൊടി, എല്ലുപൊടിയൊക്കെ വളങ്ങളായിട്ട് യൂസ് ചെയ്യുമെങ്കിലും ഡ്രൈനേജ് ക്ലിയർ ആവാൻ വേണ്ടി നമ്മൾ ഉമ്മി ഉപയോഗിക്കുന്നുണ്ട്. അതേപോലെ വെള്ളം ഒന്ന് പിടിച്ചു നിർത്താൻ വേണ്ടി ചകിരിച്ചോറ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഉമ്മി ഇട്ട ഒരു പോട്ട് മിക്സ് ആകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നിറയെ എയർ പോക്കറ്റ്സ് ഉണ്ടാവും. മണ്ണ് പൊടിയായിട്ട് നിൽക്കും. ഒരു 1-2 കൊല്ലം കഴിഞ്ഞാലും തട്ടിയാലും മണ്ണ് കട്ട പിടിക്കാത്ത ഒരു പോട്ട് മിക്സ് ആയിരിക്കും അത്. പൊടിയായിട്ടുള്ളത് കൊണ്ട് തന്നെ വെള്ളം പെട്ടെന്ന് ഇറങ്ങി പോവുകയും വേരുകൾ വ്യാപിച്ച് വളർന്ന് പുതിയ ഷൂട്ട്സ് വേഗം വരും കേട്ടോ. കാരണം ചെടികൾക്ക് വളരാനുള്ള, വേരുകൾക്ക് നന്നായിട്ട് വ്യാപിച്ച് നിൽക്കാനുള്ള ഒരു സൗകര്യം ഉമ്മി ചെയ്ത് കൊടുക്കുന്നുണ്ട് പോട്ട് മിക്സിൽ. കാരണം ഇങ്ങനെ വേറിട്ട് നിൽക്കും മണ്ണ് കെട്ടത്തില്ല. അപ്പോൾ ഉമ്മി ഇട്ട ഒരു പോട്ട് മിക്സ് ഫലപ്രദമാണ്. വേഗം ചെടി വളരാനും നിറയെ ഷൂട്ട്സ് വരാനും. വേരുകളുടെ സ്ട്രോങ് അനുസരിച്ചാണല്ലോ നമ്മുടെ ചെടികളുടെ ഷൂട്ട്സിൻ്റെ ഒരു വരവ്. അപ്പോൾ ഉമ്മി നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ചാനൽ വഴി നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ. മിനിമം CCയിൽ ഒരുപാട് പേര് ചോദിക്കണ്ടേ 1 കിലോ ആണോന്ന്, ഒരു പാക്കറ്റ് എന്ന്. അങ്ങനെയല്ല, മിനിമം CCയിൽ 7 പാക്കറ്റ് ഉമ്മിയാണ് നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുക. അതിൽ കൂടുതൽ പാക്കറ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് അയച്ചു തരും. ഇനി 1-2 പാക്കറ്റ് ആണെങ്കിലും അയച്ചു തരും. അപ്പോൾ ആർക്കെങ്കിലും ഉമ്മിയൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നമ്മളതിൽ കോൺടാക്ട് ചെയ്താൽ മതി. നാലാമതായിട്ട് പറയേണ്ട കാര്യം മാസത്തിലൊരിക്കൽ വളം ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങളൊരു ചെടി നട്ട് അപ്പം നല്ലൊരു പോട്ട് മിക്സ് ആയിരിക്കും. അതിൽ എല്ലുപൊടിയും ചാണകപ്പൊടിയും പോലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ
നിങ്ങൾ ചെയ്യും. അപ്പോൾ പക്ഷേ നിങ്ങൾ മാസത്തിലൊരിക്കലെങ്കിലും വളം ചെയ്യണം. അപ്പോൾ നമ്മൾ പോട്ടി മിക്സും ഉമിയും കൊടുക്കുന്നുണ്ട് കേട്ടോ. ചെടികളുടെ പോട്ട് ചെയ്യാനുള്ള പോട്ടി മിക്സ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു വളം നമുക്ക് കൊടുക്കാവുന്നതാണ്. പ്രത്യേകിച്ചും ഈ പോട്ടി മിക്സ് എന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കുന്ന ഈ വളം നിങ്ങൾക്ക് പിന്നീട് മാസത്തിൽ ഓരോ വട്ടം 1-2 സ്പൂൺ വെച്ച് കൊടുക്കാവുന്നതാണ്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലുപൊടി വാങ്ങിയിടാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് NPK പോലുള്ള കാര്യങ്ങൾ, കെമിക്കൽ കാര്യങ്ങളും ഫലപ്രദമാണ്. അപ്പോൾ മാസത്തിൽ ഒരു വട്ടമെങ്കിലും വളം ചെയ്താൽ മാത്രമാണ് ചെടികളിൽ പെട്ടെന്ന് നന്നായിട്ട് വളർന്നു വരികയും നല്ല ഷൂട്ട്സൊക്കെ നിറഞ്ഞു വരികയും ചെയ്യുന്നത്. അത് ജൈവവളമോ രാസവളമോ നിങ്ങൾക്ക് എന്താണോ കിട്ടുന്നത് അത് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. പിന്നെ അഞ്ചാമതായിട്ട് പറയാനുള്ള ഒരു കാര്യം, നല്ല ഈർപ്പമുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നുള്ളതാണ്. ഒരു ഈർപ്പം ഇഷ്ടമാണ് ചെടി. വരണ്ട കാലാവസ്ഥയിൽ ഇലകൾക്ക് ചുറ്റും ഒരു അസുഖങ്ങൾ പോലെ ഓരോന്നിങ്ങനെ വരും. അപ്പം നല്ലൊരു ഈർപ്പം നിലനിർത്താൻ ശ്രമിക്കുക. പിന്നെ ചെടി വൃത്തിയായി സൂക്ഷിക്കുക. അടുത്തതായിട്ട് 7ാമത്തെ കാര്യമായിട്ട് പറയാനുള്ളത് ചെടി വൃത്തിയായി സൂക്ഷിക്കുക എന്നുള്ളതാണ്. എന്താ വെച്ചാൽ ഇൻഡോറൊക്കെ ആയിട്ടാണ് നിങ്ങൾ വെക്കുന്നെങ്കിൽ ഇലകളിലെ പൊടിയൊക്കെ ഒരു നനഞ്ഞ തുണി ഉപയോഗിച്ച് തുടച്ച് നീക്കിയൊക്കെ നല്ല വൃത്തിയായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചെടി ആരോഗ്യത്തോടെ വളരുന്നത് കാണുന്നുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. പിന്നെ ചട്ടിയുടെ സൈസും ഷൂട്ട്സ് വരുന്നതിനും ചെടി വളരുന്നതിനും ഒരു പ്രധാന പോയിൻ്റാണ്. ചെറിയ ചട്ടിയിലാണ് ചെറിയ ചെടികൾ വെക്കേണ്ടത്, വലിയ ചെടികളാണ് വലിയ ചട്ടിയിൽ വെക്കേണ്ടത്. അപ്പോൾ വേരുകൾക്ക് ആവശ്യമായ ഒരു ഇടം ലഭിക്കണം ചട്ടിക്ക്. അപ്പോൾ ഒരു അത്യാവശ്യം ചെടി വലുതായി എന്നൊക്കെ കണ്ടാൽ വേഗം ചട്ടി മാറ്റി കൊടുക്കണം. പിന്നെ മാക്സിമം വലിയ ചട്ടിയിൽ ഒരു ചെറിയ ചെടി ഒഴിവാക്കുക. അപ്പോൾ അത് ശ്രദ്ധിക്കുമല്ലോ. പിന്നെ അഗ്ലോണിമയ്ക്ക് ഒരുപാട് വെയിൽ ആവശ്യമില്ല. ഒരു 30 ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള താപനില മാത്രമേ അഗ്ലോണിമയ്ക്ക് താങ്ങാനാവുള്ളൂ. അതനുസരിച്ചുള്ള ഒരു സ്ഥലത്ത് മാത്രം പോട്ട് വെക്കാൻ ശ്രദ്ധിക്കുക. 8ാമത്തെ പോയിൻ്റായിട്ട് അതാണ് പറയാനുള്ളത്. പിന്നെ മഞ്ഞുണങ്ങിയ പോയ ഇലകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഫംഗസിൻ്റെ പ്രശ്നമോ അങ്ങനെയുള്ള രോഗങ്ങളൊക്കെ വന്ന ഇലകളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അതൊക്കെ വെട്ടി നീക്കം ചെയ്യുക. ചെടി ഭംഗിയായി നിലനിർത്തുമ്പോഴാണല്ലോ അതിൻ്റേതായ ഒരു ഭംഗി കാണുന്നത്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ സാഫ് പോലെയുള്ള കാര്യങ്ങൾ ഫംഗിസൈഡ് നിങ്ങൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. 10ാമതായിട്ട് പറയാനുള്ള കാര്യം, കീടങ്ങളെ ഇടയ്ക്കിടയ്ക്ക് പരിശോധിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മീലിബഗ്സ്, ആഫിഡ്സ്, മൈറ്റ് പോലുള്ള കീടങ്ങളെ എപ്പോഴും ഇലകളെ നശിപ്പിക്കുക, ഇലയുടെ അടിയിൽ വന്ന് ഒളിച്ചിരിക്കുകയും ചെടിയുടെ ആരോഗ്യം മൊത്തത്തിൽ നശിപ്പിക്കും. അതിന് നിങ്ങൾക്ക് നീം ഓയിൽ പോലെയുള്ള വേപ്പെണ്ണയൊക്കെ ഇപ്പോൾ എല്ലാ സ്ഥലത്തും ഉണ്ട്, എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക മാസത്തിൽ 1-2 പ്രാവശ്യം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, ഈ ഒരു 10 പോയിൻ്റ് നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ചെടി നല്ല ഹെൽത്തി ആയിട്ട് നല്ല അടിപൊളി ചെടിയായിട്ട് തന്നെ വരും. അപ്പോൾ സ്ഥിരമായിട്ടൊന്നും ശ്രദ്ധിക്കേണ്ട, എന്നാലും മാസത്തിൽ ഓരോ തവണയെങ്കിലും വളം ചെയ്യുകയും മാസത്തിൽ 1-2 തവണ പെസ്റ്റ് കൺട്രോൾ അടിക്കുകയും ഫംഗിസൈഡ് കൊടുക്കുകയും ഒക്കെ ചെയ്താൽ നിങ്ങളുടെ ചെടി എന്തായാലും സൂപ്പറായി ആരോഗ്യത്തോടെ മനോഹരമായി നല്ല നിറമുള്ള പുതിയ ഇലകൾ വന്നിട്ട് നല്ല ചെടിയായിട്ടിരിക്കും കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായ സുഹൃത്തുക്കളെ, വീഡിയോ ഉപകാരപ്രദമായി തോന്നിയിട്ടുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൂടി ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോയും നിങ്ങളിലേക്ക് പെട്ടെന്ന് തന്നെ എത്തും. പിന്നെ ഉമ്മി പോട്ട് മിക്സ് പോലെയുള്ള കാര്യങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ എൻ്റെ കോൺടാക്ട് നമ്പർ കൊടുത്തേക്കാം, ഞാനായിട്ട് വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ പൂമുറ്റൻ ചാനലിലെ പുതിയ വീഡിയോയുമായി വീണ്ടും വരാം. ബൈ ബൈ.